സോമൻ കാരശ്ശേരി, അദ്ദേഹത്തിൻ്റെ ഒരു പ്രിയപ്പെട്ട സ്നേഹിതനാണ്. അദ്ദേഹവുമായി വളരെ വൈകാരിക ബന്ധം കൂടിയുള്ളതാണ്. കാരശ്ശേരി മാഷ് സംസാരിക്കുന്നു. ഓരോ മലയാളിയും MTയുടെ മരണം വ്യക്തിപരമായ നഷ്ടമായിട്ട് എടുക്കും. അത് എനിക്ക് തോന്നുന്നത് ആ സാധാരണ ഉള്ളിൽ കുറച്ച് മറ്റുള്ളവർക്കുള്ളിൽ കുറച്ചധികം വ്യസനം എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതിനൊരു പ്രധാന കാരണം കഴിഞ്ഞ കുറേ പതിറ്റാണ്ടായിട്ട് അദ്ദേഹത്തിൻ്റെ വാത്സല്യം അനുഭവിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരാളാണ് ഞാൻ. അപ്പോൾ അദ്ദേഹം എന്നെ സാഹിത്യ അക്കാദമിയിലേക്ക് നോമിനേറ്റ് ചെയ്തിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് 3-4 കൊല്ലം അവിടെ പ്രവർത്തിച്ചു. പിന്നെ തുഞ്ചൻ ട്രസ്റ്റിൽ അദ്ദേഹമാണ് എന്നെ നോമിനേറ്റ് ചെയ്തത്. ഞാൻ ആ ട്രസ്റ്റ് മെമ്പറാണ് ഇപ്പോഴും. അങ്ങനെ അനവധി കാര്യങ്ങളിൽ, പിന്നെ മറ്റ് കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ സിനിമ അല്ലെങ്കിൽ കുടുംബജീവിതം അത്തരം കാര്യങ്ങൾ ഒഴിച്ചുള്ള സാമൂഹ്യ കാര്യങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ രക്തപുരണ്ട മൺതരികൾ തൊട്ട് ഇങ്ങോട്ടുള്ള എല്ലാ അവസാനം ഏതാണ്ട് 25 വർഷം മുമ്പാണ് അദ്ദേഹത്തിന്റെ അവസാനത്തെ കഥ വന്നത്, കൽപ്പാന്തം വരുന്നത്. അദ്ദേഹം 9ാം ക്ലാസ് പഠിക്കുമ്പോൾ തന്നെ ആദ്യത്തെ കഥ വന്നു. ആ കഥ വിഷുവാഘോഷം എന്നുള്ള 48-ലാണ് ആ കഥ വരുന്നത്. അദ്ദേഹം പാലക്കാട് വിക്ടോറിയ കോളേജിൽ പഠിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ, അതിൽ ഒരു സഹപാഠികൾ ഉണ്ണി എന്നൊരാൾ മുൻകൈ എടുത്തിട്ട് അവർ രക്തം പുരണ്ട മൺതരികൾ അവർ പൈസ എടുത്ത് അടിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞിട്ടല്ല, അത് അവരുടെ ആവേശം കൊണ്ട്. അത് കലാരാധക സംഘം എന്ന് പറഞ്ഞിട്ടാണ് പ്രസാദ സംഘത്തിൻ്റെ പേര് വെച്ചത്. പിന്നെ മഹാഭാഗ്യവാനായ ഒരാളാണ് MT. ഇത്രയും ഭാഗ്യവാനായ ഒരു എഴുത്തുകാരൻ നമ്മുടെ ഭാഷയിൽ ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഭാഗ്യം അദ്ദേഹം ജനിക്കുന്നതിന് മുമ്പേ ആരംഭിച്ചു. എന്താ കാരണം വെച്ചാൽ അദ്ദേഹത്തിൻ്റെ അച്ഛന് 4 മക്കളാണ്. അതിൽ അവസാനത്തെ ആളാണ് വാസുദേവൻ നായർ. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, അദ്ദേഹം ഗർഭത്തിൽ ഊറിയപ്പോൾ അമ്മയുടെ ആരോഗ്യം വളരെ മോശമാണ് എന്നുള്ള കണക്കിൽ ആ കുട്ടിയെ, ആ ഗർഭം അലസിപ്പിച്ച് കളയാൻ അവരുടെ ആരോഗ്യം, അമ്മയുടെ ആരോഗ്യം പരിഗണിച്ചിട്ടാണ് ചില്ലറ പണികൾ കേട്ടിരുന്നത്. അത് കടന്നു ചാടിയ ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗ്യം, ആ കുഞ്ഞ് പിറക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗ്യം ജനിക്കുന്നതിന് മുമ്പേ ആരംഭിച്ചു. പിന്നെ നല്ല വിദ്യാർത്ഥിയായിരുന്നു വാസുദേവൻ നായർ. അദ്ദേഹം 10ാം തരം പാസ്സായത് ഫസ്റ്റ് ക്ലാസ്സോട് കൂടിയാണ്. പക്ഷെ അന്നത്തെ കുടുംബത്തിലെ ദാരിദ്ര്യം കൊണ്ട് ആ ഒരു കൊല്ലം അദ്ദേഹം വെറുതെ ഇരിക്കേണ്ടി വന്നു. കാരണം എല്ലാവരും കൂടി പഠിപ്പിക്കാൻ കാശില്ല എന്ന് പറഞ്ഞിട്ട്. ആ ഒരു കൊല്ലമൊക്കെ അദ്ദേഹം എന്നും വാസുദേവൻ നായർ വായിക്കാമെന്ന് പറഞ്ഞാൽ, എന്നോട് അദ്ദേഹം ജീവിതത്തെപ്പറ്റി ആകെ ഒരു പരാതിയാണ് പറഞ്ഞത് അവസാന കാലത്ത്. അപ്പോൾ ഞാനെന്തോ കാലിൻ്റെ വേദന എങ്ങനെയുണ്ട്, കാലിന് വേദന ഉണ്ടായിരുന്നു, വലത്തെ കാലിന് വേദന ഉണ്ടായിരുന്നു, ഇടത്തെ ചെവി കേൾക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ അതൊന്നും ഒരു പരാതിയോ പരിഭവമൊന്നുമില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു, കാരശ്ശേരി ഇപ്പോൾ പണ്ടത്തെ മാതിരി വായിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ തക്കത്തിന് ഞാൻ ചോദിച്ചു, MT സാധാരണഗതിയിൽ എത്ര പേജ് വായിക്കും? അപ്പോൾ എന്നോട് പറഞ്ഞു, 300 പേജ്. ഞാൻ അമ്പരന്ന് പോയി, ദിവസം 300 പേജ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇപ്പോഴും? ഇപ്പോൾ ഒരു 50 പേജൊക്കെ പറ്റുന്നുള്ളൂ. ഇതാണ് അദ്ദേഹം എഴുത്തുകാരനാണെന്ന് എല്ലാവർക്കും അറിയാം. കാരണം 9ാം ക്ലാസ് തൊട്ട് അദ്ദേഹത്തിൻ്റെ കഥകൾ, അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളൊക്കെ അച്ചടിച്ച് വരുന്നുണ്ട്. എന്നും കർമ്മനിരതനായിരുന്ന ഒരാളാണ് MT. ദീർഘായുസായിരുന്നു. അദ്ദേഹത്തിന് പലതരം ചെറിയ അനാരോഗ്യം, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ എന്നും അദ്ദേഹത്തിന് പ്രമേഹം. ഒരു ചെറിയ ഭാഷയെ ലോക സാഹിത്യത്തിന് മുന്നിൽ നെറുകയിൽ തന്നെ വച്ചൊരു മനുഷ്യൻ മാഷ് അദ്ദേഹത്തെ എങ്ങനെയാണ് എഴുത്തുകാരൻ എന്ന നിലയിൽ കാണുന്നത്? MT സാഹിത്യത്തിലും സിനിമയിലും പത്രപ്രവർത്തനത്തിലും സാംസ്കാരിക മേഖലയിലൊക്കെ തൻ്റെ കാലം സൃഷ്ടിച്ച ഒരാളാണ്. കാരണം അദ്ദേഹം എവിടെ എന്ത് ചെയ്താലും അതിന് അദ്ദേഹത്തിൻ്റെ ഒരു മുദ്രയുണ്ട്. അതൊരു ചെറിയ കാര്യമല്ല. അപ്പോൾ അദ്ദേഹം സിനിമയ്ക്ക് പാട്ട് എഴുതിയിട്ട്, അപ്പോൾ സാധാരണ ആൾക്കാർക്ക് ഓർമ്മയില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ വളർത്തുമൃഗങ്ങൾ എന്നുള്ള സിനിമയ്ക്ക്
പാട്ടെഴുതാൻ അദ്ദേഹം നിശ്ചയിച്ചിരുന്നത് നമ്മുടെ യൂസഫ് അലി കേച്ചേരി, അദ്ദേഹം മരിച്ചുപോയി. അപ്പോൾ പാട്ട് എഴുതി കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട് MTയുടെ തിരക്ക് കൊണ്ട് സംഗീത സംവിധായകനും ചില്ലറ ആൾക്കാരൊക്കെ മദിരാശിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വന്നു. കോഴിക്കോട് ഹോട്ടലിൽ ക്യാമ്പ് ചെയ്യുമ്പോഴാണ് യൂസഫ് അലിയുടെ ഫോൺ വരുന്നത്. അപ്പോൾ എന്താണ്, യൂസഫ് അലിയുടെ പെങ്ങളുടെ മകൾക്കൊരു കല്യാണം പെട്ടെന്ന് തോന്നുന്നു, നിക്കാഹ്. അപ്പോൾ അതിന് അമ്മാവൻ ഉണ്ടായേ പറ്റുള്ളൂ, അപ്പോൾ എനിക്കിന്ന് വരാൻ നിവൃത്തിയില്ല എന്ന് പറഞ്ഞു. ആ MT പറഞ്ഞു ശരി എന്ന് പറഞ്ഞു. പിന്നെന്താണ്, വെറുതെ ഇരിക്കണം ഇവരാർ, ഈ സംഗീത സംവിധായകനൊക്കെ. അപ്പോൾ സാധാരണ ആരും ചെയ്യുന്നൊരു കാര്യം, വേറെ സുഹൃത്തുക്കളെ, അദ്ദേഹത്തിന് എത്ര കവികളെ അറിയാം, എത്ര പാട്ടെഴുത്തുകാരെ അറിയാം. ഇപ്പോൾ P. ഭാസ്കരൻ മാഷൊക്കെ വലിയ വാത്സല്യമാണ്. അപ്പോൾ MTയുടെ ഏറ്റവും വാത്സല്യം ഉണ്ടായിരുന്ന ആൾ എൻ്റെ അറിവിലും അനുഭവത്തിലും പാട്ടെഴുത്തുകാരൻ ഭാസ്കരൻ മാഷ. അദ്ദേഹം ഒരു പാട്ടിൽ താന്നിയൂർ എന്നൊരു വാക്ക് പ്രയോഗിച്ചു. എന്നിട്ട് ആ പാട്ടൊക്കെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ MTയോട് ഭാസ്കരൻ മാഷ് പറഞ്ഞു, അങ്ങനൊരു സ്ഥലമൊന്നും ഇല്ല കേട്ടോ, ഞാൻ MTക്ക് സന്തോഷമാകാൻ വേണ്ടി അങ്ങനെ എഴുതിയതാണ്, കാരണം നാട്ടുമ്പുറം അങ്ങനെ വരുന്നതിൻ്റെ. അപ്പോൾ ഈ ഞാൻ പറഞ്ഞു വന്ന കഥ വളർത്തുമൃഗങ്ങളുടെ കഥയാണ്. അപ്പോൾ സാധാരണ വേറൊരു പാട്ടെഴുത്തുകാരനെ വിളിച്ചിട്ട് ഇന്ന് രാത്രി ഒരു 5 പാട്ടെഴുതി തരണം എന്ന് പറയുമ്പം അതൊരാളുടെ ഒരു ആനുകൂല്യം, ഒരു ഫേവർ ചോദിക്കലാണ്. അത് MTക്ക് പറ്റില്ല. MT എന്ത് എഴുതും, അതേ ഇരുന്ന് പാട്ടം എഴുതി. ഒരു എഴുത്തുകാരൻ്റെ അന്തസ്സ് ഉയർത്തിപ്പിടിച്ച ഒരു മനുഷ്യൻ. അദ്ദേഹം എഴുത്തുകാരൻ്റെ അന്തസ്സ് എന്ന് പറഞ്ഞാൽ ആരുടെ മുമ്പിലും ഒന്നിനു വേണ്ടിയും തലകുനിക്കാത്ത ഒരാളാണ് MT. അത് അധികാരികൾ, രാഷ്ട്രീയക്കാർ, പണക്കാർ, പിന്നെ വേറെ സിനിമാ താരങ്ങൾ. അപ്പം ഞാൻ കണ്ട ഒരു രംഗം പറയാം. അദ്ദേഹം അവിടെ അന്ന് സാഹിത്യ അക്കാദമി പ്രസിഡൻ്റാണ്, ഞാനതിൻ്റെ ഒരു സാധാരണ ജനറൽ കൗൺസിൽ അംഗമാണ്. അദ്ദേഹമാണ് എന്നെ അംഗമാക്കിയത്. അപ്പോൾ അംഗമാക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്തതെന്ന് വെച്ചാൽ, അദ്ദേഹം ഒരു സുഹൃത്തിനോട് പറഞ്ഞു, കാരശ്ശേരിയോട് എന്നെ ഒന്ന് വിളിക്കാൻ പറയും എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് വളരെ അപൂർവമാണ്, അവിടെ ലാൻഡ് ഫോണിൽ ഞാൻ വിളിക്കുകയാണ്. വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ കാരശ്ശേരിയാണ്, വിളിക്കാൻ പറഞ്ഞു. ആദ്യം പറഞ്ഞ വാചകം, നിങ്ങൾക്ക് ഗവൺമെൻറ്റിനെ പറ്റിയോ മറ്റു പാർട്ടിക്കാരെ പറ്റിയോ അഭിപ്രായം പറയുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനാകെ അമ്പരുന്നു, എന്താ MT ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ സാഹിത്യ അക്കാദമിയിലേക്ക് നോമിനേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാനൊന്ന് അമ്പരുന്നു, കാരണം ഇത് സർക്കാർ ഇടപാടായത്. അപ്പോൾ നമ്മൾ ഈ വായി തോന്നിയൊക്കെ പറയുന്ന കൂട്ടത്തിൽ അത് MTക്കും ബുദ്ധിമുട്ടാവും, നമുക്കും ബുദ്ധിമുട്ടാവും. അപ്പോൾ അതാണ് MT ആദ്യം ഒരു മുൻകൂർ ജാമ്യം എടുത്തത്. എന്താണ്, അതിനൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അപ്പോൾ അദ്ദേഹം ആളുകളെ എങ്ങനെ മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ടതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, MTക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവുന്നുണ്ടെങ്കിൽ അങ്ങനെ ആവാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആ അക്കാദമിയുടെ കാലത്ത് അദ്ദേഹം ചെയ്തൊരു പണി, ഒരു അഖിലേന്ത്യാ സാഹിത്യ സമ്മേളനം വയ്ക്കുകയാണ്. സാഹിത്യ സമ്മേളനം വെച്ചു. അപ്പോൾ തൃശ്ശൂർ കാസിനോ ഹോട്ടൽ ഞാൻ ഓർക്കുന്നത്. അപ്പോൾ MTയുടെ തൊട്ടടുത്ത മുറിയിലാണ് ഞാൻ താമസിക്കുന്നത്. മാഷെ സംബന്ധിച്ചിടത്തോളം അവസാനിക്കാത്ത അത്ര ഓർമ്മകൾ. അതൊക്കെ നിങ്ങളിപ്പം നിങ്ങളുടെ പണിയൊക്കെ മനസ്സിലാവും. തീർച്ചയായും ആ വിധത്തിൽ ഓർമ്മകളുടെ ഒരു MN കാരശ്ശേരി മാഷ MTയെ ഓർക്കുകയായിരുന്നു. ഇരുവരും തമ്മിലുള്ളത് വളരെ ആഴത്തിലുള്ള ദീർഘകാലമായ പതിറ്റാണ്ടുകളായ അടുപ്പമാണ്. നേരത്തെ ഞാൻ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു, ഈ MT ഏതാണ്ട് ആരോഗ്യം മോശമായി ഈ ദിവസങ്ങളിൽ ആശുപത്രിയിൽ അദ്ദേഹത്തെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുന്ന സമയത്ത് കാരശ്ശേരി മാഷ് വന്ന് കണ്ട് അദ്ദേഹം ഉപയോഗിച്ച വാക്ക് തന്നെ സന്നിഗ്ധാവസ്ഥ എന്നതായിരുന്നു. അപ്പോൾ MD അദ്ദേഹത്തിൻ്റെ ആരോഗ്യം എത്രത്തോളം മോശമായി, എത്ര ഗുരുതരമായ പ്രശ്നമുണ്ട് നമ്മൾ അന്ന് ആ വാക്കുകളിൽ, സന്നിഗ്ധാവസ്ഥ എന്ന വാക്കുകൾ എന്നാണ് കാരശ്ശേരി മാഷ് പറഞ്ഞത്. അപ്പോൾ ഇതാ നമ്മൾ വീണ്ടും ആ വീട്ടിലെ ദൃശ്യങ്ങൾ കാണാം. ദുഃഖാർത്ഥരായ കുടുംബാംഗങ്ങൾ, ഭാര്യയും മകളും കുറേ സമയമായി അവിടെയുണ്ട്. അവരെ ആശ്വസിപ്പിക്കാൻ ബന്ധുക്കളും ഒക്കെ അവിടെ എത്തിയിട്ടുണ്ട്. ഇത്രയും സമയം വൈകി ആ വീട്ടിലേക്ക് ഇങ്ങനെ ആളുകൾ ഈ സമയത്തും എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. MT വാസുദേവൻ നായരുടെ മരണവിവരം അറിഞ്ഞ് അദ്ദേഹത്തെ അവസാനമായി കാണുന്നതിനും അന്തിമോപചാരം അർപ്പിക്കുന്നതിനുമൊക്കെ രാത്രി വൈകിയും ആ വീട്ടിലേക്ക് ആളുകൾ എത്തുകയാണ്.